ഹലോ സുഹൃത്തുക്കളെ, നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകാൻ കാണിച്ചു തരാൻ പോകുന്നത് ഒരു ദേവാലയമാണ്, പള്ളി. അതായത് കൃപാസനം എന്ന് പറയുന്ന പള്ളിയും പള്ളിയിലെ ആരാധന രീതികളൊക്കെയാണ് ഒന്ന് കാണിച്ചു തരാൻ പോകുന്നത്. ഇത് നമ്മുടെ ആലപ്പുഴയിലെ കലവൂർ കലവൂറാണ്. ഈ മെയിൻ റോഡ് സൈഡിൽ തന്നെയാണ് പള്ളി കേട്ടോ. ഭയങ്കര തിരക്കാണ്. ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ നമുക്ക് ഈ റോഡ് ക്രോസ് ചെയ്യാൻ പാടാം, ഭയങ്കര തിരക്കാണ്. മെയിൻ റോഡല്ലേ, ഇരു സൈഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതുമല്ല, ഈ ചില ദേവാലയങ്ങളാണെങ്കിൽ ആഴ്ചയിൽ പള്ളിപ്പെരുന്നാളായിരിക്കും, അല്ല വർഷത്തിൽ ഒരാഴ്ച പള്ളിപ്പെരുന്നാൾ കാണും, അല്ലെങ്കിൽ 2-3 ദിവസത്തെ പള്ളിപ്പെരുന്നാളൊക്കെ ആയിരിക്കും. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഡെയിലി ദിവസവും ഇവിടെ ആരാധനയാണ്. ആരാധന വെച്ചാൽ പ്രെയർ നടത്തുന്ന ആണ് ഈ ദേവാലയത്തിൻ്റെ ഒരു പ്രത്യേകത കാണുന്നത് കേട്ടോ. അപ്പോൾ അതുപോലെ തിരക്കും. ഇപ്പോൾ എല്ലാ മാധ്യമങ്ങളിൽ ഇതിൻ്റെ ഇത് കാണുന്നുണ്ട്, എല്ലാവരും പോകുന്നതായിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഞാൻ ആദ്യം ഇതെന്താണ് ഏതാണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഇവിടെ കാണാൻ വന്നതാണ്. ഇവിടുത്തെ ആരാധന ഏത് രീതിയിലാണെന്ന് അറിയത്തില്ല. എല്ലാവരും പള്ളിപ്പെരുന്നാൾ ഉത്സവം ആ രീതിയിലാണ് ഞാൻ വിചാരിച്ചു. പക്ഷേ ഇത് പള്ളിപ്പെരുന്നാൾ പോലല്ല, ഇവിടെ പ്രെയറാണ് കേട്ടോ. നമ്മൾ പുറത്ത് നോക്കുമ്പോൾ ഈ പള്ളിയുടെ ഫ്രണ്ട് കണ്ടോ, ഇത്രയേ ഉള്ളൂ, ചെറുതായിട്ടത് തോന്നുന്നത് കേട്ടോ. പക്ഷേ അകത്ത് കയറി കഴിഞ്ഞാൽ ഭയങ്കര ഇതാട്ടോ, വലിയ പള്ളി കേട്ടോ. അകത്ത് ഒരുപാട് സ്ഥലങ്ങളുണ്ട്, പ്രെയർ നടത്താനിരിക്കുന്നതിന് ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ. അത് കയറി കഴിഞ്ഞാൽ പിന്നെ സംസാരിക്കാൻ പറ്റത്തില്ല. അവിടെ പ്രെയർ നടക്കുന്ന സമയമായതുകൊണ്ട് നമുക്ക് എന്താണ് ഏതാണെന്നൊന്നും പറയാനും പറ്റത്തില്ല. ഇവിടുത്തെ വെച്ച് കഴിഞ്ഞാൽ പ്രെയറാണ്, ആരാധനയല്ല. ആരാധനയുണ്ട്, പ്രെയറുണ്ട്. പ്രെയറാണ്. ഓരോരുത്തരുടെ രോഗങ്ങളൊക്കെ സൗഖ്യം കിട്ടുന്നതും പ്രാർത്ഥിച്ച് അങ്ങനെ സൗഖ്യം കിട്ടി എന്നുള്ളതിൻ്റെയൊക്കെയുള്ള ഓരോരുത്തരുടെ സാക്ഷ്യം അതിന് സാക്ഷ്യമൊക്കെ പറയുന്നതും അവരുടെ സങ്കടങ്ങൾ പറയുന്ന അവർക്ക് അനുഭവങ്ങളൊക്കെ പറഞ്ഞ് മറ്റുള്ളവരെ പങ്കുവെക്കുന്ന ഒരു സമയം ഇപ്പം. അത് എല്ലാ ദിവസവും ഉണ്ട് കേട്ടോ, രാവിലെ മുതൽ വൈകിട്ട് വരെ എല്ലാ ദിവസവും ഉണ്ട്. ഒരു ദിവസം മാത്രമല്ല, അത് ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയാണ് ഇവിടെ ആൾ കൂടുന്നത് കേട്ടോ. ഭയങ്കര ആൾ കൂടുന്നത് വെച്ചാൽ ചൊവ്വയും വെള്ളിയാണ് ആൾക്കാരുടെ തിരക്ക് കൂടുതൽ. എല്ലാ ദിവസവും തിരക്കുണ്ട്, എന്നിരുന്നാലും ചൊവ്വയും വെള്ളിയാണ് കൂടുതലായിട്ട് ആൾക്കാർ വരുന്നത് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ സംസാരം പറ്റിയത് നമ്മൾക്ക് വീഡിയോയ്ക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. ഇതിനകത്ത് ഉള്ളിൽ ആരാധന ഏത് രീതിയിലാണ്, കുടുംബടി എടുക്കുന്നത് എങ്ങനെയാണ് എന്നൊക്കെയുള്ള രീതിയിൽ നമുക്ക് കാണാനേ പറ്റത്തുള്ളൂ. കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന സാക്ഷ്യങ്ങളും കുടുംബടി എങ്ങനെയാണ് എടുക്കുന്നത് എന്നൊക്കെയാണ് കാണുന്നത്. അപ്പം ആ ഡോക്ടർ പറഞ്ഞിങ്ങനെ ഇടത് കൈ അവന് നഷ്ടപ്പെടും, അങ്ങനെയൊക്കെയുള്ള ഒരു റിസ്ക് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ തന്നെയായിരുന്നു. ഞങ്ങൾക്കറിയാം, ഞങ്ങൾ പല ഹോസ്പിറ്റലുകളിൽ പോയി കഴിഞ്ഞപ്പോൾ എല്ലാ ഡോക്ടേഴ്സ് ഇങ്ങനെ ഞങ്ങളോട് പറഞ്ഞായിരുന്നു. അങ്ങനെ ആ സമയത്ത് ഞങ്ങൾ മാതാവിൻ്റെ അപ്പം ഞങ്ങൾ ഉടമ്പടി എടുത്ത് ഞങ്ങൾ ഏത് ദിവസവും പ്രാർത്ഥിക്കുകയും ഇവിടുന്ന് തന്നെ എണ്ണയും തേനും ഒക്കെ ഞങ്ങൾ കാശുരൂപം ഞങ്ങൾ ആശുപത്രിയിൽ പോകുമ്പോഴെല്ലാം ഞങ്ങൾ നെഞ്ചത്ത് ഞാൻ കൈവച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ചില സമയത്ത് ഭയങ്കര വേദന കൂടുതലാകുമ്പോഴത്തേന് അവര് വെള്ളം കുത്തിയെടുക്കുമായിരുന്നു. ആ സമയത്തൊക്കെ ഞാനിങ്ങനെ മാതാവിൻ്റെ ആ കാശുരൂപം അവൻ്റെ നെഞ്ചത്ത് വെച്ച് ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഡോക്ടർ ഇതെല്ലാം കഴിഞ്ഞു. എല്ലാം ഇന്നും ഉപയോഗിക്കുന്നുണ്ട്, അതിന് പുരട്ടുന്നുണ്ട്, എല്ലാം ഞങ്ങൾ ചെയ്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഡോക്ടറെ അടുത്ത് കണ്ട് വൈകുന്നേരം ഡോക്ടർക്ക് നന്ദി പറയാനായിട്ട് ഞാൻ ഡോക്ടറെ അടുത്ത് ചെന്നപ്പോഴത്തേക്ക് ഞാനങ്ങ് പൊട്ടിക്കരഞ്ഞു പോയിടും. അപ്പം സാറ് പറഞ്ഞു, ഞാൻ സാറിന് അറിയാമല്ലോ ഞങ്ങൾ ഏതെല്ലാം ഹോസ്പിറ്റലിൽ പോയി ഏതെല്ലാം ഡോക്ടേഴ്സിനെ കണ്ടതാ. ഇനി നമ്മുടെ ഈ സൗത്ത് ഇന്ത്യയിൽ തന്നെ കാണാത്ത ഹോസ്പിറ്റലുകളില്ല, പോകാത്ത ഡോക്ടറില്ല, കാണാത്ത ഡോക്ടേഴ്സും ഇല്ല. അങ്ങനെ പോയിട്ട് അവസാനം നമ്മുടെ വാതകമുറ്റത്ത് കിടന്നിരുന്ന മെഡിക്കൽ കോളേജിലായിരുന്നു അവസാനം ഓപ്പറേഷൻ നടന്നത്. അപ്പൊ ഞാൻ ഡോക്ടറെ കണ്ട് നന്ദി പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞ ഒരു വാക്ക് ഇതാ, എനിക്ക് എൻ്റെ കയ്യിലൊന്നുമില്ല, ദൈവം എന്നോട് ചെയ്യാൻ പറഞ്ഞു, ഞാൻ ചെയ്തു, അത്രേ ഉള്ളെന്നാണ്. ഇത്രയും വലിയ സീരിയസ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ ചെയ്ത ഡോക്ടർ 2 വേർഡിനുള്ളിൽ ഒരു 2 വാക്കാണ് ഡോക്ടർ പറഞ്ഞത്. ഞാനൊന്നും ചെയ്തിട്ടില്ല, ദൈവം എന്നോട് ചെയ്യാൻ പറഞ്ഞു, ഞാൻ ചെയ്തു, അത്രേ ഉള്ളെന്നാണ് ഡോക്ടർ പറഞ്ഞു. 45 കിലോയോളം വെയിറ്റ് ഉണ്ടായിരുന്നു.
ആ ട്യൂമറിന്റെ വെയിറ്റ് വന്നിട്ട് 43 കിലോ ഉണ്ടായിരുന്നു. 20 കിലോ വെള്ളവും 23 കിലോ ട്യൂമറുമായിരുന്നു. പക്ഷെ നമ്മുടെ TV-യിലും പത്രത്തിലും മീഡിയയിലൊക്കെ ഉണ്ടായിരുന്നു ഇതിനെ പറ്റിയൊക്കെ. എല്ലാവരും ഒക്കെ കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു, ഞാൻ അറിഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അത്രയും വലിയ ദൈവത്തിന്റെ ഇടപെടൽ എന്ന് പറഞ്ഞാൽ അത്ര ഭയങ്കര അസാധ്യമായ ഒരു ഇടപെടലായിരുന്നു. ഞങ്ങൾക്ക് അതായത് ഇവനെ കിട്ടത്തില്ലെന്ന് പറഞ്ഞു തരണം എല്ലാവരും. ദൈവം ഞങ്ങൾക്ക് തിരികെ കൊണ്ടുതന്നത് എന്റെ മോനെ അത്രത്തോളം ഉണ്ടായിരുന്നു. ദൈവം ഞങ്ങളോട് ഇടപെട്ട്. ദൈവത്തിന് അതാ ഞാൻ പറഞ്ഞു, അവൻ ഇതിനായി പോകത്തില്ലെന്ന് പറയുകയായിരുന്നു ഞാൻ. ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ ഉപകാരവും ഞങ്ങളെപ്പോൾ നന്ദി പറഞ്ഞു. എന്നും ഞങ്ങൾ ദൈവത്തെ ഓർക്കുന്നു. ഞങ്ങളന്ന് ഇവിടെ ആദ്യം നിയോഗം കൊടുക്കുമ്പോഴത്തേന് 6 കാര്യങ്ങൾ ഞങ്ങൾ എഴുതിയായിരുന്നു. അതിൽ ഫസ്റ്റ് മോന്റെ കാര്യം അതിനൊന്നും എഴുതിയിരുന്നത്. അത് കഴിഞ്ഞ് എൻ്റെ ഒരു കസിൻ ഉണ്ടായിരുന്നു, അവളുടെ കല്യാണം. അവൾ അമേരിക്കയിലായിരുന്നു, അവൾക്ക് കല്യാണമൊന്നും നടക്കുന്നില്ല. അങ്ങനെ ലേറ്റായി വന്നപ്പോഴത്തേക്കും ഞങ്ങൾ ആ നിയോഗത്തിൽ എഴുതിയായിരുന്നു. അവളുടെ കല്യാണവും ഭംഗിയായിട്ട് നടത്തി തന്നു. അങ്ങനെ ഞങ്ങളുടെ വെച്ചിരുന്ന എല്ലാ കാര്യങ്ങളും ദൈവം ഞങ്ങൾക്ക് നടത്തി തന്നായിരുന്നു. ഈശോയ്ക്ക് മാതാവിന് ഒരു 1000 നന്ദി ഞങ്ങൾ പറയുന്നു. ഒരു മിനിറ്റ്. പരിശുദ്ധ മധ്യസ്ഥ സഹായത്തിൽ ഈ ഒരു സാക്ഷ്യത്തിലേറെ പ്രത്യേകിച്ച് ഈ മകൻ്റെതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷ്യം. അവൻ ഈ ഒരു ആലയത്തിൽ ഈ കുടുംബവുമായിട്ട് ഒരുപക്ഷെ നമ്മളിൽ പലരെയും പോലെ വലിയൊരു പ്രതിസന്ധിയുമായിട്ടാണ് ഇവിടെ വന്നത്. പ്രതിസന്ധി വളരെ ചുരുങ്ങിയ വാക്കിൽ അപ്പച്ചൻ പറയുന്നുണ്ട്. അതായത് ഇവനെ കിട്ടുമോ ഇല്ലയെന്ന് പോലുള്ള വലിയൊരു ചോദ്യവും, ഒരു പക്ഷെ കിട്ടിയാൽ തന്നെയും ഈ കൈ ഉണ്ടാവുമോ, അത് തളർന്നു പോവുമോ, പാരലൈസ് ആവുമോ, കാലിൽ അങ്ങനെ ഒരുപാട് വലിയൊരു ബുദ്ധിമുട്ടെന്ന് അറിയില്ല. ഒരു ഡോക്ടർമാരും പ്രത്യേകിച്ച് ഏറ്റെടുക്കുന്നില്ല ഈ ഒരു കേസ്. അത്രയും സീരിയസ് ആയിട്ടുള്ള എമർജൻസി സിറ്റുവേഷനിലാണ് ഉടമ്പടി വരുന്നത്. കാരണം ഉടമ്പടി എപ്പോഴും അഡ്രസ് ചെയ്യുന്നത് ഇതുപോലൊരു എമർജൻസി ആയിട്ടുള്ള സിറ്റുവേഷൻ. അതെപ്പോഴും ബഹുമാനപ്പെട്ട അച്ഛൻ ഓർമ്മപ്പെടുത്താറുള്ള ഒരു കാര്യമാണ്. കാരണം അങ്ങനെ ഒരു വിശ്വാസത്തിന്റെ നിയോഗത്തില് ദൈവം ഇടപെടുമ്പോൾ മാത്രമാണ് നമ്മുടെ വിശ്വാസം വർദ്ധിക്കുന്നതും നമ്മുടെ സാക്ഷ്യം പറയുവാനായിട്ട് നമുക്ക് ഒരു ബലവും ഒരു ശക്തിയും പരിശുദ്ധമായ പ്രത്യക്ഷീകരണത്തിൽ വിശ്വസിക്കുവാനായിട്ടുള്ള ഒരു ആഴമേറിയ വിശ്വാസം നമ്മളുണ്ട്. കാരണം അത് ഇവിടെ വരുന്നതും ആലയത്തിൽ ഉടമ്പടി എടുക്കുന്നതും ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുന്നതും ആ ഉടമ്പടി എടുത്തതിന് ശേഷം ഇതുവരെ അല്ലെങ്കിൽ പരിചയപ്പെട്ടിട്ട് ലഭിക്കാതിരുന്ന ഒരു ഡോക്ടർ വേറൊരു സാഹചര്യത്തിൽ വളരെ സ്നേഹത്തോടെ ഒരു ബഹുമാന്യനായ ഒരു ഡോക്ടർ ഈ ഒരു കേസ് എടുത്തു. അത് വ്യക്തമായിട്ട് പരിശോധിച്ചു. അപ്പോഴൊക്കെ ഈ കുടുംബം രണ്ടുപേരും, അപ്പച്ചനും അമ്മയും പ്രാർത്ഥന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത് നമുക്ക് ഈ പ്രാർത്ഥിക്കാം എന്ന് പറയുന്നതിനോടൊപ്പം പ്രാർത്ഥനയിൽ പ്രയോഗിക്കുവാനായിട്ട് ഉടമ്പടി വസ്തുക്കൾ ഉള്ളതും ദൈവം അതിന് ആദരിക്കുകയും നമ്മളത് ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അനുഭവം കൂടി നൽകുന്ന അനേകം സാക്ഷ്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ അത്രയും വിശ്വാസത്തോടെ മാതാവിനെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയെന്നുള്ളതും ഇന്ന് കൃപയോടെ അല്ലെങ്കിൽ ദൈവസ്നേഹത്തോടുകൂടി അൾത്താരിലെ കുടുംബം വന്ന് ആ മകനുമായിട്ട് നിന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. അപ്പം ഓരോ സാക്ഷ്യങ്ങളും പരിശുദ്ധയുടെ പ്രത്യക്ഷണത്തിന് വലിയ അനുഭവമാണ്. മാതാവ് അവസാനം പറഞ്ഞതുപോലെ പരിശുദ്ധ അമ്മ തന്റെ ഉടമ്പടിയിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തിയെ പോലും നിരാകരിക്കാതെ മാറ്റി നിർത്താതെ. അനു ഡോൺ, കണ്ണൂർ ജില്ലയിലെ പയ്യാവൂർ അലക്സ് നഗർ ഇടവല്ലയിൽ നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 2023 ജനുവരി 10. ഞാൻ ഉടമ്പടിയിലായിരുന്നപ്പോൾ എനിക്ക് 5 കാര്യങ്ങൾ സാധിച്ചു കിട്ടി. ഇതെൻ്റെ മമ്മിയാണ്, എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയാണ്. മമ്മിക്ക് നെക്കിലൊരു മുഴ വന്നു. ഞങ്ങളത് ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ പറഞ്ഞു നമുക്ക് സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ സ്കാനിങ്ങിന് പോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് മുഴയുണ്ട്, നിങ്ങൾ വേറൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ഞങ്ങൾ എന്നിട്ട് നേരിട്ട് കണ്ണൂർ ആസ്റ്റമിൻസിലേക്ക് പോയി. ആസ്റ്റമിൻസിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്കൊന്ന് ആദ്യമേ FNAC ഒന്ന് ചെയ്ത് നോക്കാമോ എന്ന് പറഞ്ഞു. ഞങ്ങൾ FNAC ചെയ്തു. FNAC റിസൾട്ട് ഒരു 3 ദിവസം ഡോക്ടർ ശരിയാക്കി തന്നു. റിസൾട്ട് വന്നു, മമ്മിക്ക് ക്യാൻസർ സെൽസ് ഉണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ ആകെ ടെൻഷനിലായി. ഞാൻ അപ്പോഴും മാതാവിനെ കൈപിടിച്ചു.
ഞാൻ ഉടമ്പടിയിലാണല്ലോ, മാതാവ് എന്നെ കൈവിടുകയില്ല എന്നൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. ഞാൻ മമ്മിയോട് പറഞ്ഞു, മമ്മി ഒന്നും പേടിക്കണ്ട, മാതാവ് ഉണ്ടല്ലോ നമ്മുടെ കൂടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നെക്സ്റ്റ് ബയോപ്സിക്ക് അയക്കാമെന്ന് പറഞ്ഞു ഡോക്ടർ. അങ്ങനെ ഞങ്ങൾ നെക്സ്റ്റ് ബയോപ്സിക്ക് അയച്ചു. നെക്സ്റ്റ് ബയോപ്സി റിസൾട്ട് വരാൻ 7 ദിവസം എടുത്തു. അപ്പോൾ ഞങ്ങൾ ബയോപ്സിയിൽ സർജറി ചെയ്തിട്ട് വീട്ടിൽ വന്നു. മമ്മി ഇങ്ങനെ കട്ടിലിൽ കിടക്കുകയായിരുന്നു. അപ്പം ഞാൻ മമ്മിയോട് പറഞ്ഞു, മമ്മി എൻ്റെ കയ്യിലൊരു മാതാവിൻ്റെ, നമ്മുടെ കൃപാസന മാതാവിൻ്റെ ഒരു ഫോട്ടോ ഫ്രെയിം ഉണ്ടായിരുന്നു. ഞാൻ മമ്മിക്ക് അത് കൊടുത്തിട്ട് പറഞ്ഞു, മമ്മി മാതാവിനോട് ക്ഷമ ചോദിക്കണം, നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മമ്മി ക്ഷമ ചോദിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ മമ്മി ക്ഷമ ചോദിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ ഇങ്ങനെ മമ്മിയോട് പറഞ്ഞു, മമ്മി 7 ദിവസത്തിനുള്ളിൽ ഒരു അത്ഭുതം മമ്മി കാണും, നമ്മുടെ കുടുംബത്തിൽ അത് കാണും നമ്മൾ എന്ന് പറഞ്ഞു. അങ്ങനെ 7ാമത്തെ ദിവസം മമ്മിയുടെ ബയോപ്സി റിസൾട്ട് വന്നു. മമ്മിക്ക് ക്യാൻസർ അല്ല എന്നിട്ടുള്ള റിസൾട്ടായിരുന്നു വന്നത്. ഞങ്ങൾ അന്ന് തൊട്ട് എല്ലാവർക്കും ഭയങ്കര വിശ്വാസമായി. അങ്ങനെ മമ്മിയുടെ റിസൾട്ട് വന്നത്, മമ്മിക്ക് ഫാറ്റ് കൂടിയിട്ട് അങ്ങനെ ഒരു ഫാറ്റി പ്രോബ്ലം ആയിരുന്നു. ഇപ്പം മമ്മി ഹെൽത്തി ആയിട്ടിരിക്കുന്നു, മമ്മിക്ക് ഒരു കുഴപ്പമില്ല. അമ്മ മാതാവും ഈശോയും തന്ന ഈ അനുഗ്രഹത്തിന് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. രണ്ടാമതായി ഞങ്ങൾ 2018 നല്ലൊരു പുതിയ വീട് എടുത്തിരുന്നു. അപ്പം ഞങ്ങൾ ഹൗസിംഗ് ലോൺ എടുത്തിരുന്നു. ഹൗസിംഗ് ലോൺ ഒരു 30 ലാഖോടെ ഞങ്ങൾ ഹൗസിംഗ് ലോൺ എടുത്തിരുന്നു. അത് എനിക്ക് അടച്ചു തീർക്കാനേ പറ്റുന്നില്ല. ഹസ്ബൻഡ് ആകെ സങ്കടത്തിലായിരുന്നു. ഞാൻ ഉടമ്പടി നിയോഗം വെച്ചു, മാതാവേ ഇതൊന്ന് അടച്ചു തീർക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമെന്ന്. അങ്ങനെ ഞങ്ങൾ എൻ്റെ ഹസ്ബൻഡിനെ ചേട്ടയുടെ ഫ്രണ്ട്സൊക്കെ സഹായിച്ചിട്ട് അങ്ങനെ ഞങ്ങൾക്ക് ഹൗസിംഗ് ലോണ് കംപ്ലീറ്റ് അടച്ചു തീർക്കാൻ പറ്റി. എന്നിട്ട് ഫാദറിന് ആധാരം എടുത്തു കൊടുക്കാൻ സാധിച്ചു. മൂന്നാമത്തെ എന്ന് പറയുന്നത്, ഞാൻ എബ്രോഡ് പോകാൻ വേണ്ടിയിട്ട്, സ്റ്റുഡൻറ്റ് വിസയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ഫീസ് അടക്കൽ എല്ലാം കഴിഞ്ഞിരുന്നു. എന്നിട്ട് ഞാൻ ക്യാഷ് ലെറ്ററിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നപ്പം അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പം എൻ്റെ വിസ റിജക്ഷൻ വന്നു. അങ്ങനെ ഞാൻ 4 ലാഖ് ഫീ അടയ്ക്കുകയും ചെയ്തു. ആ ഫീ എനിക്ക് തിരിച്ചു കിട്ടുന്നുമില്ല, ഒരു മെയിലും വന്നുമില്ല. അപ്പം എനിക്ക് ഭയങ്കര സങ്കടമായി, വീട്ടിലും വല്ലാത്ത പ്രശ്നമായി. ഞാൻ എന്നിട്ട് മാതാവിൻ്റെ ഉടമ്പടി വെച്ചു, മാതാവേ ഈ പൈസ എനിക്ക് തിരിച്ചു കിട്ടണമെന്ന്. അങ്ങനെ ആ പൈസ എനിക്ക് 4 ലാഖും തന്നെ തിരിച്ചു കിട്ടി. അടുത്തതായിട്ട് എൻ്റെ കുഞ്ഞിന് 4 വയസ്സുണ്ട്. 2 വയസ്സ് തൊട്ട് കുഞ്ഞിന് അലർജിയുണ്ട്. അപ്പോൾ ഇവന് അലർജി ആയി കഴിഞ്ഞാൽ ഇവൻ വോമിറ്റ് ചെയ്യും. അങ്ങനെ ഭയങ്കര ഒരു തളർന്ന അവസ്ഥയിലാവും. എന്നിട്ട് ഞാൻ നമ്മുടെ ഉടമ്പടി വസ്തുക്കളായ തേനും ഉപ്പും കുഞ്ഞിന് കൊടുക്കും. അങ്ങനെ ആ വോമിറ്റിങ്ങും ആ അലർജിയും മാറിക്കിട്ടി. അടുത്തതായിട്ട് ഞാൻ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നതിന് പിന്നെ അടുത്തതായിട്ട് എൻ്റെ ഹസ്ബൻഡിന് ഒരു വിശ്വാസവും ഇല്ലായിരുന്നു. ഞാൻ കൃപാസനത്തിൽ വരുന്നതിനെ കുറിച്ച് പുള്ളി ഭയങ്കര എതിരായിരുന്നു. എന്നോട് പറഞ്ഞു, നീ എന്തിനാ പോകുന്നത്, നമുക്ക് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ പോരെ, അങ്ങനെയൊക്കെ പറയുമായിരുന്നു. അങ്ങനെ മമ്മിക്ക് രോഗസൗഖ്യവും ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞതിനും ഹസ്ബൻഡിന് ഇപ്പം ഭയങ്കര വിശ്വാസമാണ്. അങ്ങനെയൊക്കെയാണ്. പിന്നെ ഞങ്ങൾ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നത്, ഞങ്ങൾ അഗതി മന്ദിരത്തിൽ പോയിട്ട് നമ്മുടെ അവിടെ അഗതി മന്ദിരത്തിൽ പോയിട്ട് നമ്മൾ തുണി അലക്കി കൊടുക്കും. പിന്നെ അവർക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഭക്ഷണ സാധനങ്ങളെല്ലാം മേടിച്ചു കൊടുക്കും. പിന്നെ അച്ഛൻ്റെ ടോക്ക്, നമ്മുടെ സാക്ഷ്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കും. പിന്നെ ഞാൻ ഓൺലൈൻ ഉടമ്പടി എനിക്ക് എടുപ്പിക്കാൻ സാധിച്ചു. ഒരു 3 പേരെ ഓൺലൈൻ ഉടമ്പടി എടുപ്പിക്കാൻ സാധിച്ചു. ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ ഞാൻ ആത്മീയമായിട്ട് എനിക്ക് കൂടുതൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പം കൂടുതൽ പ്രാർത്ഥിക്കും. പിന്നെ ഞാൻ ദൈവവചനം എഴുതും, പിന്നെ ഞാൻ ബൈബിൾ എഴുതും. അങ്ങനെയൊക്കെ ഞാൻ ആത്മീയമായിട്ടും പിന്നെ കുടുംബത്തിലാണെങ്കിലും എല്ലാവരും പ്രാർത്ഥിക്കും. എല്ലാം ഞങ്ങൾക്ക് മാതാവ് എന്തൊക്കെ ക്രമീകരിച്ച് തരുന്ന പോലെ ഞങ്ങൾക്ക് തോന്നുന്നു. ഞങ്ങളുടെ കുടുംബത്തെ മാതാവ് നന്നായിട്ട് ക്രമീകരിച്ച് ഞങ്ങളുടെ കൂടെ തന്നെ എന്നുള്ളതാണ് ഞങ്ങൾക്കിപ്പം ഒരാശ്വാസം. ഉടമ്പടി എടുക്കുന്ന മാതാപിതാക്കളും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന മാതാപിതാക്കളെപ്പോൾ ഒരുപാട് മക്കളും മാതാപിതാക്കൾ കൊണ്ട് ഉടമ്പടി എടുക്കുകയും പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരൊക്കെയും ഇപ്പം ഈ ഒരു സാക്ഷ്യത്തിൽ ഈ മകളാണ് അമ്മയുടെ ഉടമ്പടി നിയോഗങ്ങളൊക്കെ വെക്കുന്നതും പ്രാർത്ഥിക്കുന്നതുമെല്ലാം. അപ്പം ഇങ്ങനൊരു മധ്യസ്ഥ പ്രാർത്ഥനയുടെ വലിയൊരു നിയോഗം അത് വേറെ മറ്റൊരാളുടെ നിയോഗമാണ്. ഒരുപാട് പേരുടെ സാക്ഷ്യത്തിൽ
ഒരുപക്ഷെ ഒരുപാട് മറ്റുള്ളവരുടെ നിയോഗങ്ങളൊക്കെ ഒരുപാട് ഉണ്ടാകുന്നു, അതിന് അനുഭവം ലഭിക്കുന്നതും ആ വ്യക്തികളുമായിട്ട് അൾത്താരിലേക്ക് വരുന്നതുമൊക്കെ നമ്മളൊരു സ്ഥിര കാഴ്ച പോലെ നമ്മളെ അൾത്താരിൽ പരിശുദ്ധ അമ്മ കാണുവാനായിട്ട് ഇടവരുത്തുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു സാക്ഷ്യത്തിൽ അമ്മയ്ക്ക് ലഭിച്ച വലിയൊരു സൗഖ്യത്തിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഉടമ്പടി എടുത്ത വ്യക്തികൾക്കൊക്കെയും ഉടമ്പടി എടുത്ത ആളാണ് ഞാൻ. പരിശുദ്ധ അമ്മ അങ്ങനെ എൻ്റെ പ്രാർത്ഥന അങ്ങനെ തിരസ്കരിക്കത്തില്ല എന്നല്ലെങ്കിൽ ഒരു മറുപടി എനിക്ക് തരും എന്നൊരു വല്ലാത്തൊരു ബോധ്യവും ഒരു ധൈര്യവും തോന്നുവാനായിട്ടുള്ള കാര്യങ്ങൾ രണ്ടാണ്. ഒന്നാമത്തത്, ഉടമ്പടിയിൽ അവർ കാണിക്കുന്ന വിശ്വസ്തത. അതാണ് ഏറ്റവും പ്രധാനം. കാരണം കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദൈവം തന്നെ നമുക്ക് നൽകുന്ന ഒരു 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 ദൈവികമായിട്ടൊരു അഭിഷേകമെന്നോ ഒരു ധൈര്യമുണ്ട്. രണ്ടാമത്തത്, ഉടമ്പടിയോട് അവർക്ക് പരിശുദ്ധ അമ്മയോടുള്ള അഭേദ്യമായിട്ടൊരു ബന്ധം. അത് പലപ്പോഴും പണ്ട് തൊട്ടേ ചെയ്തിരുന്ന നന്മകളുടെയും അല്ലെ പരിശുദ്ധ അമ്മയുടെ ജപമാലയുടെയും ഒക്കെ ഒരു ഉള്ള ആസ്തി. അപ്പോൾ ഇത് രണ്ടും ചേരുമ്പോഴേക്കും ഒരു വ്യക്തി അല്ല ഉടമ്പടിയിലായിരിക്കുന്ന ഒരു വ്യക്തി സ്വാഭാവികമായിട്ടും മറ്റുള്ള വ്യക്തികളെക്കാളും ഒരു വിശ്വാസത്തിൻ്റെ ഒരു ആൾ രൂപമായിട്ട് മാറുകയും ഈ കാര്യങ്ങളെല്ലാം മാതാവ് ക്രമീകരിക്കും. ഇപ്പോൾ ഈ മകളെ സാക്ഷ്യത്തിലൂടെ 7 ദിവസത്തിനുള്ളിൽ മാതാവ് ഇത് ക്രമീകരിക്കും, അത് ഒരു നല്ല അനുഭവമായിട്ട് മാറും എന്നൊക്കെ ഉള്ളൊരു ബോധ്യത്തിൽ പറയാനായിട്ടൊക്കെ പറ്റുന്ന ഒരുപാട് വ്യക്തികളെ നമ്മൾ സാക്ഷ്യത്തിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. അത് പരിശുദ്ധ അമ്മ നമുക്ക് അല്ലെങ്കിൽ ഉടമ്പടി എടുത്തവർക്ക് നൽകുന്ന ഒരു മാതൃകയും എപ്പോഴും വിശ്വസിക്കുന്നു. അപ്പോൾ ഏറ്റവും അവസാനം ഉടമ്പടിയിൽ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാനുള്ളൊരു ശ്രമമുണ്ട്. അതാണ് ഒരു അനാഥാലയത്തിൽ ചെന്ന് അവിടെ ചെല്ലുമ്പോൾ അവരുടെ ആവശ്യം ചിലപ്പം ഒരു പൊതിച്ചോറും ഭക്ഷണം ആയിരിക്കത്തില്ല, ചിലപ്പോൾ അവർക്ക് കാര്യങ്ങളൊന്ന് അലക്കി വൃത്തിയാക്കി കൊടുക്കുവാനായിരിക്കും. അപ്പോൾ ഒരു സാഹചര്യത്തിൽ ഒരു ദൈവ പൈതലിൻ്റെ ഉടമ്പടിയുടെ വ്യക്തി ആദ്യം ചെന്ന് നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യം ചെയ്തിട്ട് പോരുക എന്നതിനേക്കാളും ഉപരി, അല്ലെ നമുക്ക് അധികം മേലുനോവാത്തൊരു പ്രവൃത്തി ചെയ്യുക എന്നതിനേക്കാൾ ഉപരി അവിടെ ചെന്ന് അവരുടെ ആവശ്യം ചോദിക്കുക എന്നുള്ളൊരു വലിയൊരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. കാരണം അത് അവിടെ ചെന്നിട്ട് അവർക്ക് എന്താണ് ആവശ്യം, അതൊരു പക്ഷേ അവരോട് ഒരു 10 മിനിറ്റ് ഇപ്പോൾ ഒരുപാട് സാക്ഷ്യങ്ങളിൽ അവർ കൂടുതലും പറയണം അവിടെ പോയി ഞങ്ങൾ മണിക്കൂറുകളോളം അവിടുത്തെ ആവശ്യം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കണം എന്നുള്ളൊരു ബോധ്യം കൂടി ഈ സാക്ഷ്യത്തിലുണ്ട്. നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുത്താം. ലോണിന്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ഇവിടെ പറഞ്ഞ ഞാൻ ഉടമ്പടി എടുത്ത് പുറത്തേക്ക് അവർക്ക് വരുന്ന ബസ്സിൽ ആലക്കോട് വരുന്ന ബസ്സിൽ കയറിയപ്പോൾ ഉടമ്പടി എടുക്കാനുള്ള എന്റെ പേര് കൊടുത്തിരുന്നില്ല. പക്ഷെ അവർ ഫസ്റ്റായി ഉടമ്പടി എടുക്കുന്നവർ ലിസ്റ്റ് വായിച്ചപ്പോൾ എന്റെ പേര് വന്നിട്ടുണ്ട്. ഞാൻ ഹസ്ബൻഡിനോട് വെച്ചു എഴുതി കൊടുത്തു, ഞാൻ പേര് അതുകൊണ്ട് ഇല്ല കൊടുത്തിട്ടില്ല. അപ്പൊ അത് മാതാവിന്റെ തീരുമാനമായിരിക്കും എന്ന് പറഞ്ഞു. അതുകൊണ്ട് നീ എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തു. അതിനുശേഷം ഇതുവരെ ഞാൻ ഉടമ്പടി മുടക്കിയിട്ടില്ല. ഒരു 3 മാസം മുമ്പാണ് ഗൾഫിൽ വരുന്നത്. ചിലപ്പോൾ എന്റെ ഡേറ്റ് മാറിപ്പോകാറില്ല. അത് ഭയങ്കര ടെൻഷൻ. ഉടമ്പടിയിൽ മാറിപ്പോകുമ്പോൾ ടെൻഷൻ. മാതാവിനോട് പറയും, മാതാവേ ഞാൻ 7 മണിന്റെ സമയത്ത് അപ്പം ഞാൻ പറഞ്ഞ പേടിക്കണ്ട. അതുപോലെ ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം ഒരു ടാങ്കി വെള്ളം തന്നെ കിട്ടി. 1/4 ടാങ്കി പോലും കിട്ടുന്നില്ലായിരുന്നില്ല, കലക്ക് വെള്ളമായിരുന്നു. അന്നും ഉപ്പിട്ട് പ്രാർത്ഥിച്ചു, മാതാവേ ഇത് തെളിനീരാക്കി തരണേന്ന് പറഞ്ഞു. പിറ്റേന്ന് വൈകുന്നേരം പോയപ്പോൾ തന്നെ വെള്ളം നല്ല മുത്ത് പോലെയുള്ള വെള്ളം തന്നെ അനുഗ്രഹിച്ചു മാതാവ്. പിന്നെ കാരുണ്യപ്രവൃത്തി ഞങ്ങൾ മനസ്സിന് സുഖമില്ലാത്ത കുറെ ആൾക്കാരെ സംരക്ഷിക്കുന്ന ഒരാളുടെ അവിടെ ഭക്ഷണത്തിനുള്ള സാധനം പ്രാർത്ഥിക്കാറുണ്ട്. മാതാവ് എല്ലാവർക്കും ഉപകാരപ്പെടണമെന്ന് പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ ഏതെങ്കിലും വന്ന മാറ്റം വെച്ചാൽ പണ്ടൊക്കെ ജപമാല കറക്റ്റായി ചൊല്ലാൻ അറിയത്തില്ലായിരുന്നു.
ജപമാല പലപ്പോഴും ആരെങ്കിലും പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ മാത്രമേ ചൊല്ലാറുള്ളൂ. ഇപ്പൊ ജപമാല ഒരു ദിവസം പോലും മുടക്കാറില്ല. കർത്താവിന്റെ ഈ ലോകത്തിലുള്ള ആഗമനവും കുരിശുമരണവും എല്ലാം ഈ ലോകത്തിനും അപ്പുറം ഒരു നിത്യജീവന്റെ വലിയൊരു സാധ്യത, അത് സത്യമാണ് എന്ന് ലോകത്തിന് വിളിച്ചു പറയാൻ. അപ്പൊ ഈ മകളുടെ സാക്ഷ്യത്തില് ഈശോനെ വിശ്വസിക്കുന്നതിനെ കുറിച്ചും പരിശുദ്ധാമ്മയെ വിശ്വസിക്കുന്നതിനെ കുറിച്ചും ഈ ജീവിതത്തിനും അപ്പുറവും കർത്താവിനെ വിശ്വസിക്കുന്നു എന്നൊക്കെ പറയുന്ന ഇപ്പോൾ ഇത് നമ്മൾ കണ്ടതും കേട്ടതും ആണ്. ഈ കണ്ടതും കേട്ടതാണ് ഇവിടുത്തെ ആരാധന രീതി കേട്ടോ, കൃപാസനത്തിൽ. ഇപ്പോൾ ഉടമ്പടി എടുക്കുക, പ്രാർത്ഥിക്കുക, അങ്ങനെ അനുഗ്രഹം കിട്ടുന്നു, സൗഖ്യം ലഭിക്കുന്നു, അവരുടെ സാക്ഷ്യങ്ങളെ, അവരുടെ അനുഭവങ്ങൾ ഒക്കെ പങ്കുവെക്കുന്നു. അതാണ് ഇവിടുത്തെ ഒരു രീതി കേട്ടോ. അല്ലാതെ പള്ളിപ്പെരുന്നാൾ പോലൊന്നുമല്ല. ഇതൊരു പ്രയർ നടക്കുന്നു. പ്രയറിൽ നിന്ന് അവർക്ക് അനുഭവിക്കുന്ന സൗഖ്യം, അനുഗ്രഹം, അത് ഇവിടെ ഓപ്പണായിട്ട് സാക്ഷ്യം പറയുന്നു. ഇതാണ് കൃപാസനത്തിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ. അപ്പോൾ ഇവിടുത്തെ വേറെ പ്രത്യേകിച്ചാൽ ഉപ്പ്, തേന്, മുല്ലപ്പൂ, ഇതൊക്കെയാണ് ഇവരുടെ ഒരു കാഴ്ച എന്ന് വെച്ചാൽ മാതാവിനെ അർപ്പിക്കുന്നതും അങ്ങനെ ഒരു ഇതുണ്ട് കേട്ടോ. തേനും ഉപ്പും അത് വെച്ച് പ്രെയർ ചെയ്യുന്നു, അത് കഴിക്കുന്നു, അങ്ങനെയൊക്കെ ഉണ്ട്. അതേ രീതി അതുപോലത്തെ ഒരു സംഭവമൊക്കെ ഉണ്ട് കേട്ടോ. അതേപോലെ ഇവിടുത്തെ മെഴുകുതിരിയുടെ പ്രത്യേകിച്ച് കളറും അതുമാണ് ഒരു നീല, പച്ച, അങ്ങനത്തെ ഒരു പ്രത്യേകതയുണ്ട്. മെഴുകുതിരിക്ക് തന്നെ ഒരു പ്രത്യേകതയുണ്ട്. പിന്നെ മുല്ലപ്പൂവാണ് ഇവർ നേർച്ചയായിട്ട് ചിലർ അർപ്പിക്കുന്നത് ഞാൻ കണ്ടത് കേട്ടോ.